നമ്മുടെ ഈ കൂട്ടത്തിൽ നോക്കുവാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ സീനിയർ ആയിട്ട് നിൽക്കുന്നത് ആരാ? ശ്വേത ചേച്ചി. എടാ ഞാനല്ലേ കോമഡി മാസ്റ്റേഴ്സിൽ ആദ്യം വന്ന്. ഇതാണ് അല്ലല്ല, നമ്മള് കോമഡി മാസ്റ്റേഴ്സ് അല്ലല്ലോ പറഞ്ഞത്. ചേച്ചി അതിന് മുന്നേ നമ്മുടെ ഈ ഷോയില് ഞാനാണ് ഇവിടെ ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പലരും വന്നത്. എനിക്കൊന്ന് ശ്വേത ചേച്ചി അത് കഴിഞ്ഞിട്ടാണ് വന്നത്. അല്ല, പക്ഷെ അത് കോമഡി. ഞാൻ അമൃത ടിവിയിൽ എത്രയോ ഷോസ് ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ലോഞ്ചിന്റെ സമയത്ത് ചേട്ടൻ സീനിയർ ആയിരുന്നു. അഖിലേട്ടൻ ചേച്ചി പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ അമൃത ടിവിയുടെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ കൂടെയാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. എത്ര വർഷം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാരെക്കാളും സീനിയർ ഞാനാണ്. കാരണം ഞാൻ അമൃത സ്കൂളിലാണ് ആദ്യമായിട്ട് പഠിച്ചത്. അവിടെ നിന്നാണ് ഞാൻ പിച്ച വെച്ച് തുടങ്ങിയത്. ഇന്ന് ഇവിടെ ഈ സീറ്റ് ഞാനേ ആദ്യം കണ്ട ചാനൽ അമൃത ടിവി ആയിരുന്നു. ഞാൻ അമൃത ഹോസ്പിറ്റലിൽ രക്തം ടെസ്റ്റ് ചെയ്യാം. എന്നാ ഞാൻ ആ വെളിപ്പെടുത്തുന്ന സത്യം പറയാൻ പോണേ. എന്റെ അമ്മ സ്കാനിങ്ങിന് പോയത് അമൃതയിലായിരുന്നു. ഞാൻ സൂപ്പർ സ്റ്റാറിൽ എന്നാ പാടിയിട്ടുണ്ട്. 47-ലെത്തി. ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഓഡീഷനിൽ ഔട്ടായിരുന്നു. 47-ലെത്തി. പക്ഷെ ബെസ്റ്റ് 18 വരെ എടുത്തോളൂ. 47-ലെ മൊത്തം 50 ആയിരുന്നു. ഈ 40 3 പേർക്ക് ബസ് ഉണ്ടായിരുന്നു വൈകിട്ട്. നേരത്തെ പോയി. ബാക്കി 47 എന്നിട്ടും എന്റെ ഈ കുഞ്ഞു മനസ്സ് വിട്ടില്ല. പിന്നെ ഞാൻ പോയി മറ്റേ അമൃത ടിവിയുടെ തന്നെ മറ്റേ കീർത്തനങ്ങൾ കച്ചേരികളുടെ ഒക്കെ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ റിയാലിറ്റി ഷോ ആയിരുന്നു. അവിടെയും പോയി. അതിലും എടുത്തില്ല. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയി വന്നിരിക്കുന്ന സീനിയോറിറ്റി എനിക്ക് തന്നെ. ശ്വേത ചേച്ചി ഇതിനു മുമ്പേ ഏതാ ചെയ്തേക്കുന്നേ? ഞാൻ കുറെ ഇവിടെ ഡാൻസ് റിയാലിറ്റി ഷോയിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഇതിൽ ഇരുന്നിട്ടുണ്ട്. അമ്മ മകളിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ ചേച്ചി ആ സീറ്റ് നേടിയിട്ടേ ഇല്ല. അപ്പൊ ആ സീറ്റിന് ഏറ്റവും അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു അമൃത ടിവി പറയട്ടെ. നമ്മളുടെ ഇടയിൽ ഇനി തർക്കമുണ്ടല്ലോ, അത് ഇപ്പൊ വേണ്ട. അമൃത ടിവി പറയട്ടെ നമ്മളുടെ ഏറ്റവും സീനിയർ ആരാണെന്ന്. ഓക്കെ, ദാറ്റ്സ് ട്രൂ. അല്ലേ? രാഘവം കരുണാകരം ഭയനാശനം ദുരിതാപഹം ഈശനാം ദേവന്റെ കേശാദിപാദാന്തമാശയം തന്നിൽ വിളങ്ങിടെ മോഹാദികളേടി നടക്കും ഇഹ ജീവിതമാകുന്നൊരു വനഭൂമി. അതേ മോഹവും ശരീരം മാത്രം വ്യത്യാസം. അതേ മുഖം അതേ ആക്ഷൻ ഫോട്ടോഷോപ്പിൽ ഡ്രസ് മാത്രം. വേണമെങ്കിലേ ഇപ്പൊ വേണമെങ്കിലും 100 എപ്പിസോഡ് ചെയ്യാം. കാര്യം അറിയാമോ, ഇപ്പം കറക്റ്റ് ഏത് പാട്ടും മിക്ക. ഏത് വയസ്സ് നിനക്ക്? ഇത് ഞാന് 9ാം ക്ലാസ് പഠിക്കുമ്പോ 8ാം ക്ലാസ് 9ാം ക്ലാസ് സമയത്ത് ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ട്. ആ സമയത്ത് സ്കൂളിൽ പോകുമ്പോ എല്ലാരും ചോദിക്കായിരുന്നു ഞാനാണോ ശരിക്കും പാടുന്നതെന്ന്. അപ്പൊ ഞാൻ എല്ലാരടുത്തും പറയാറുണ്ട് ഞാനാണ് പാടിക്കൊണ്ടിരുന്നത്. അതിന്റെ സത്യം ഇതിന്റെ സത്യം ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാല്, ഇത് ഞങ്ങളൊരു 4 പിള്ളേരുണ്ടായിരുന്നു, 4-5 പേരുണ്ട്. അപ്പൊ നമുക്ക് ഷൂട്ടിന് 2 ദിവസം മുന്നേ വേറെ ആളെ കൊണ്ട് പാടിപ്പിച്ചിട്ട് ആ പാട്ട് ഒരു CD പ്ലെയറിലാക്കി നമുക്ക് തരും. എന്നിട്ട് ഈ പാട്ടിന്റെ ഒക്കെ ലിറിക്സും തരും. ഞങ്ങൾ എല്ലാരും വീട്ടിൽ പോരുന്നത് ഫുള്ള് പഠിക്കും. പഠിച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡില് പാട്ട് പ്ലേ ചെയ്യും, നമ്മളിരുന്ന് ശരിക്കും ലിപ്പ് കൊടുക്കും. അങ്ങനെ ഒരുപാട് കീർത്തനങ്ങൾ പഠിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും കാണാൻ കൊള്ളണം. ചേച്ചി അല്ലല്ല, ഒരു സെക്കൻഡ്. ഞാൻ ഒരാളെ കൂടി ഫ്ലോറിൽ ചേച്ചി എന്ന് വിളിക്കും. നമ്മുടെ സംവിധായക ശ്യാമപ്രസാദ് സാറും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്തിരുന്നിട്ട് നമുക്ക് അമൃത ടിവി എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 പേരെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചായിരുന്നു മീറ്റിങ്ങിന്. അതിൽ ആദ്യം പോയത് അവിടെ. കറക്റ്റാ. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇത് അവൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ പാട്ട് പ്ലേ ബാക്ക് ചെയ്യും. നീ ഒന്നും ചെയ്യാവോ? ഒന്നും ചെയ്യണ്ട, നീ എവിടെ ഇരിക്കും. ബിസ്ക്കറ്റ് എടുത്ത് വായിലോട്ട് ഇട്ടു. എനിക്കറിയാം, ഞാൻ പഠിച്ചു പാടിയതാ. ഇത്രേ ഉള്ളൂ. ഞാൻ ഈ പാട്ട് പാടിയതിന് ഒരുപാട് ക്രെഡിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് ഒക്കെ പാടാൻ പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറയും തൊണ്ടവേദന, വയ്യ ടീച്ചർ, ഇന്ന് സാധകം ചെയ്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് തള്ളിയിട്ടുണ്ട്. പക്ഷെ ആർക്കും അറിയത്തില്ലായിരുന്നു ഞാനല്ല പാടിയത്. ആരെ പാടിയെന്ന് നിനക്ക് അറിയോ? അറിയില്ല, ഏതോ അറിയാന്നുള്ള രീതി. കാണുന്ന ആ സിംഗർ ഉണ്ടെങ്കിൽ മോളല്ല നമ്മുടെ ഏജ് ആയിരിക്കും അല്ലേ? ആയിക്കോട്ടെ, എന്തായാലും ആ സിംഗറിന് താങ്ക് യു സോ മച്ച്. കാരണം ആ പാട്ടുകളാണ് ഇപ്പോഴും നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ആലിസ് പാടാൻ പോകണം. ആലിസിന്റെ ക്ലോസപ്പ് വെച്ചാൽ പാട്ട് അത് വന്നോളൂ. പാട്ട് ഏത് പാട്ടാ ഒന്ന് കാണാം. ഓ അയ്യോ ദൈവമേ, നിനക്കെങ്കിൽ ഇപ്പിടുന്നതിനാണോ ഇത്ര? ഞാൻ ഇന്ന് സാധകം ചെയ്തില്ല, ചിലപ്പോ ഒന്ന് പോലും സൗണ്ട് വെളി പാട്. പ്രിയ സുഹൃത്തുക്കളെ, ആലിസ് അതാ നമുക്ക് വേണ്ടി ഒന്നും കൂടെ അഭിനയിച്ചു പാടുന്നു. രാഘവം കരുണാകരം ഭയനാശനം ദുരിതാപഹം രാഘവം കരുണാകരം
ഭയനാശനം ദുരിതാപഹം മാധവം മധുസൂദനം പുരുഷോത്തമം പരമേശ്വരം മാധവം മധുസൂദനം പുരുഷോത്തമം പരമേശ്വരം രാഘവം കരുണാകരം ഭയനാശനം ദുരിതാപഹം. അടിപൊളി, അടിപൊളി, അടിപൊളി. ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് വന്നല്ലേ അഭിനയത്തിന്, ഒരു തലയാട്ട് വന്നു. അതെ. അത് അന്ന് നമ്മൾ ചെയ്യുമ്പോഴില്ലേ നമുക്ക് പറഞ്ഞുതരും, നിങ്ങൾ പാടുന്നതാണെന്ന് തോന്നിക്കാൻ വേണ്ടി വിരൽ ഇങ്ങനെ തട്ടിക്കോണേ ഇങ്ങനെ തലയാട്ടണം എന്ന്. അപ്പൊ എല്ലാത്തിലും ഇത് കയറ്റി വിടുമായിരുന്നു. ഇനി താഴെ ലൈബ്രറി ചെന്നിട്ട് അവരുടെ അന്വേഷിക്കണം ഇത് ആരാ പാടിയെന്ന്. എന്നിട്ട് നിന്റെ ഈഗോ കാരണം അവരുടെ പേര് ലോകം പറഞ്ഞിട്ടില്ല. ഈ പാട്ട് പാടി അവരെ വിളിക്കണം കേട്ടാ. വിളിക്കണം കേട്ടോ, അത് നമ്മൾ വിളിക്കാം. കോമഡി